ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഒരു കുമ്പളം മോര് കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുമ്പളം മോര് കറിയുടെ റെസിപ്പിയാണ്. ആദ്യം നമുക്ക് കുമ്പളം ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് കുമ്പളം തൊലി കളഞ്ഞ് ചെറിയ പീസാക്കി കഴുകി വൃത്തിയാക്കിയതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഇതൊരു 3 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഇവിടെ ഞാൻ 4 പച്ചമുളകും ഒരു 4-5 ഇല്ലി ചെറിയ ഉള്ളിയും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനൊരു അരമുറി തേങ്ങയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഈ തേങ്ങയും ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും. ചെറിയ ജീരകത്തിൻ്റെ അളവ് കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. അതും ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ കുമ്പളം നല്ലോണം വെന്തിട്ടുണ്ട്. ഇത് ഞാനൊരു ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചട്ടിയിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് കഴിയുമ്പോൾ ഇതിലോട്ട് ഞാൻ 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരല്ല, മോര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ള മോരാണ്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചത് ചൂടായി വരുമ്പോൾ അതിലോട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി നല്ലോണം ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അതിലോട്ട് ഞാനിവിടെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 പീസ് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ കുമ്പളക്കറിയിലോട്ട് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുമ്പളക്കറിയുടെ മോര് കറിയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു വട്ടമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.